നിങ്ങൾ കേരളത്തിനെ കുറിച്ച് ഏത് പ്രൊപ്പഗണ്ട വീഡിയോ ഉണ്ടാക്കിയാലും യഥാർത്ഥ റിയൽ കേരള സ്റ്റോറി ഇതാണ് മക്കളെ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാന് സുജിത്തിന്റെ അമ്മയാണ്. ഞാൻ ഇപ്പോഴാണ് എനിക്ക് നമ്പർ കിട്ടിയത്. അപ്പൊ ഞാൻ ഉസ്താദിനെ വിളിക്കണം എന്ന് ഓർത്തിട്ട് എനിക്ക് പറ്റിയില്ല. ഉസ്താദ് ചെയ്ത ഉപകാരത്തിന് ഞങ്ങൾക്ക് മറക്കാൻ പറ്റിയല്ല. ഞങ്ങൾ എന്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തി തന്നു. ചേച്ചിയുടെ പേരെന്തായിരുന്നു? ചേച്ചിയുടെ പേരെന്തായിരുന്നു? എന്റെ പേര് ഇന്ദിര. ഞങ്ങൾ അവിടെ വന്നപ്പോ ഉസ്താദ് ഇല്ലായിരുന്നു അവിടെ. സലാം പറഞ്ഞപ്പോഴേ ഞാൻ എത്തിപ്പോയോ. അതെ, ഞങ്ങള് പിന്നെ ഇപ്പൊ അവനങ്ങനെ ഇരിക്കണേണ്. അവന് ഭയങ്കര ടെൻഷനൊക്കെയാണ് കാല് പിടിപ്പിക്കാത്തോണ്ടേ. അല്ല, അവനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂചിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ ഈ ഒരു ആഴ്ചയായിട്ട് കുറച്ച് തിരക്കിലൊക്കെയാണ്, കുറച്ച് ഓട്ടത്തിലാണ്. കുഞ്ഞിനും വയ്യ, വൈഫിന് സുഖമില്ലായിരിക്കണം. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ ശേഷം കാല് വെക്കാനല്ലേ, വെപ്പുകാലല്ലേ. അതെ അതെ, അതൊന്നും വെച്ച് കിട്ടിയാൽ നമ്മൾ അവനൊരു ജോലി എടുത്താൽ. ഞാനിപ്പോ പുത്തൻകുരിശിലൊരു കടയിലാണ്, ഹോട്ടലിലാണ്. ഞാൻ ആഴ്ചയില് ജോലി ചെയ്തിട്ട് ചെന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. അവനും സുധിയും ഞാനും ഒക്കെ ഉണ്ട്. പക്ഷെ അവനും ഒരു കുടുംബമൊക്കെ ഉണ്ടല്ലോ, അവനും വയ്യാതിരിക്കുക സുധിക്ക്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ പിടിപ്പിച്ചു കിട്ടി. അവന് MSc പാസ്സായതല്ലേ. പിന്നെ അപ്പൊ എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റിയ അത്രയും ഒരു നല്ല കാര്യമല്ലേ. ഇപ്പൊ കാര്യം അങ്ങനെ ഇരുന്നിട്ട് പുള്ളി ടെൻഷൻ പിടിക്കുകയാണ്. ചേച്ചി, നമ്മുടെ നിലവിൽ മറ്റേ സേവാഭാരതി പോലുള്ള സംഘടനയോടൊക്കെ ഒന്ന് ചോദിച്ചൂടെ? ഈ ഹിന്ദു സംഘടനകളിലൊക്കെ ഒന്ന് ചോദിച്ചാൽ. എന്റെ പൊന്ന് നിക്കയക്കാന്ന് വിളിക്കാതെ എന്തെന്ന് വിളിക്കണമെന്ന് എനിക്കറിയാൻ മേലെ. എന്നാലും ഞാൻ പറയാണ്, ഞങ്ങൾ അവിടെ കിടന്നോണ്ട് ഇത്ര അനുഭവിച്ചിട്ട് ഒരു മനുഷ്യൻ ഞങ്ങളെ വിളിച്ചു ചോദിച്ചില്ല. അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായത്. അല്ലാതെ ഒരാള് ഞങ്ങളെ വിളിച്ചു ചോദിച്ചിട്ടില്ല ഈ കൊച്ചിന് എന്ത് പറ്റി. അത് അവരുടെ കുറ്റമല്ല, അവരറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ സേവാഭാരതിയിലൊക്കെ ഒന്ന് അന്വേഷിച്ചെന്ന്. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ കയറിയില്ല, നമ്മുടെ ഫേസ്ബുക്കിൽ അവർ ഞാൻ ഭാരതീയൻ എന്നൊക്കെ പറഞ്ഞൊരു പേജ് ഉണ്ട്. അവിടെ ഒന്ന് കയറിയാൽ അവരൊക്കെ ആണെങ്കിൽ രഹസ്യമായിട്ട് ഒരുപാട് സഹായിക്കുന്നവരാ. അതിലേക്കൂടെ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടും. നിങ്ങൾ അത് ശ്രമിക്കാത്ത അവരുടെ ഇതൊന്നും എത്താത്തത് കൊണ്ടാണ്. നമ്മളെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞത് എന്റെ വീട് എന്തെങ്കിലും നമുക്കിപ്പോ എന്റെ മകനെ രക്ഷപ്പെടുത്തിയത് സാറാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം കൂടി ചെയ്ത്, അവന് വേറെ ഒന്നും വേണ്ട. അവൻ ഇത്രയും പഠിച്ചൊരു പയ്യനാണ്. അവനിങ്ങനെ കൊച്ചും അവന്റെ ഭാര്യയും അവനും കൂടിയാണ് ജീവിക്കുന്നത്. ഇപ്പൊ അവിടെ ഞാൻ പറഞ്ഞില്ലേ, പനങ്ങാട് വാടകക്ക് താമസിക്കണേന്ന്. അപ്പൊ അവന് എങ്ങനെയെങ്കിലും അവനൊന്നൊരു ജോലി കിട്ടിയാ ജോലിക്ക് പോകാൻ പറ്റിയ, അവനല്ലാതെ ടെൻഷൻ കയറി ഇരിക്കും. അവൻ വിളിച്ച് സംസാരിച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇപ്പം അവന്റെ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? അവന്റെ കുട്ടിക്ക് 2 വയസ്സ് കഴിഞ്ഞു. എന്തായാലും ചേച്ചി ഒരാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ. ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയാം. അപ്പോഴേക്കും ഞാൻ ഫ്രീ ആവും. ഇൻഷാല്ലാ. അവൻ കാലും വെക്കും. നിങ്ങൾ ഇൻഷാല്ലാ എന്നൊക്കെ പറയുമ്പോ എനിക്ക് ശരിയാ വരുന്നത്. നിങ്ങളിതൊക്കെ എവിടുന്ന് പഠിച്ചെന്നാലേക്ക് എന്തോ ചെയ്യാ. ഞാന് പ്രസവപ്പണിക്ക് പോണ മുഴുവനും മുസ്ലിങ്ങളുടെ വീട്ടിലാണ്. അല്ലേ? എന്താ ചെയ്യാ പടത്തെ. നിങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് സ്ഥലമൊക്കെ പറഞ്ഞോളൂ. ഞാൻ അലക്കണേ കഴിഞ്ഞ ദിവസമേ ഞങ്ങൾക്ക് ഒരുപാട് ദൈവത്തിന് തുല്യമാണ്. ഞങ്ങൾ അങ്ങനെ കണ്ടേക്കണതും. ഈ മറ്റേ ഞങ്ങൾ തീവ്രവാദ ഫണ്ടാണെന്നൊക്കെയാ പറയുന്നത്. നിങ്ങളൊക്കെ സഹായിക്കുന്നത്. അതൊക്കെ പറഞ്ഞോട്ടെ, എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ദൈവത്തിന് തുല്യമായിട്ട് ഞങ്ങൾ കണ്ടേക്കണം. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടിയേ ഇല്ല. ഇനി കേട്ടാ, ദൈവത്തിന് തുല്യമായിട്ടാ. ദൈവത്തിന് തുല്യം ആരുമില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവമാണല്ലോ ഇങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. നമ്മളെല്ലാവർക്കും നമുക്ക് ചേച്ചി നമുക്ക് ഓരോ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് തിരിച്ചു പോവാന്നുള്ളതാണ്. മനസ്സിലായ? നമ്മൾ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സഹായിക്കാനും. കാര്യം പറയട്ടെ, എനിക്ക് ഇവന് അച്ഛനില്ല. പിന്നെ ഞാനിപ്പോ നടന്ന് ഈ പിന്നെ പുത്തൻകുരിശിലും അവിടെ ഇവിടെയൊക്കെ നടന്ന് ഈ ഹോട്ടൽ പണി എടുത്ത് കൊണ്ടുവന്ന് കൊടുത്താണ്. ഞാൻ എത്ര കൊടുത്താലും അവരൊരു ഭാര്യയും ഭർത്താവും, ഒരു ഭാര്യ ഒക്കെ ഒരു ഭർത്താവ് കൊടുക്കണത്ര ഒരു അമ്മക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ അവനൊരു കാല് പിടിപ്പിച്ച അവന്റെ ഭാര്യക്കും കുഞ്ഞിനും അവന് സന്തോഷമായിട്ട് ജീവിക്കാം. ഇപ്പൊ വാടകക്കാണ് ഇപ്പൊ കിടക്കണത് പനങ്ങാട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയാൽ അവന്റെ കാര്യങ്ങൾ നടക്കുമല്ലോ. അതാണ് എന്റെ ഒരു മനസ്സമാധാനം. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. ശരി. കണ്ടില്ലേ, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഓക്കെ, നിങ്ങൾ കേരളത്തിനെ കുറിച്ച് എന്ത് അപവാദം പറഞ്ഞിട്ടും കാര്യമില്ല മക്കളെ. ഞങ്ങള് ഇങ്ങനെയാണ്.